നമസ്കാരം, ഇന്ത്യൻ മണി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പച്ച പിടിച്ച ഒരു ബിസിനസ് ആണ് ഹോം ബേക്കറി ബിസിനസ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ആളുകൾ അവരുടെ തൊഴിൽ നഷ്ടമായ സമയത്ത് പലരും ആശ്രയിച്ചത് ഇത്തരത്തിലുള്ള ഹോം സെക്ടറുകളിൽ ജോലി ചെയ്യുക, വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്ത് പണം സമ്പാദിക്കുക എന്നൊരു മേഖലയാണ്. പക്ഷെ അത്തരത്തിൽ പണം സമ്പാദിക്കുക എന്ന ഓപ്ഷൻ അല്ലാതെ തന്റെ പാഷൻ ഫോളോ ചെയ്തുകൊണ്ട് ഒരാൾ ചൂസ് ചെയ്ത ഒരു ഓപ്ഷൻ ആയിരുന്നു ഹോം ബേക്കറി ബിസിനസ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹോം ബേക്കറി സക്സസ്ഫുൾ ആയി നടത്തി വരുന്ന ഒരു മെന്റർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്, നീതു ജെയിംസ്. സോ എങ്ങനെയാണ് ഹോം ബേക്കറി ബിസിനസ് സക്സസ്ഫുൾ ആയി നടത്തുന്നത്? നീതു പ്രധാനമായും കേക്കിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവർ പ്രോപ്പർ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇത്തരത്തിലൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നീ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അതുപോലെ തന്നെ ഈ ബിസിനസ് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി സാധിക്കുമോ, എന്തൊക്കെയാണ് ഇതിന്റെ പ്രോഫിറ്റ്, അതുപോലെ തന്നെ എന്തൊക്കെ ലാഭങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ മെന്ററോട് ചോദിച്ചു മനസ്സിലാക്കാം. സോ ഒരു ഹോം ബേക്കറി തുടങ്ങാൻ ആവശ്യമായ സ്കിൽസ് എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് സ്കിൽസ് അല്ല ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇതിൽ ഒരു ഇൻട്രസ്റ്റ് ആണ് അതിലേക്ക് വേണ്ടത്. കൂടുതലും അതിനോടുള്ളൊരു താല്പര്യമാണ് ആദ്യം വേണ്ടത്. പിന്നെ അത് കൂടാതെ നമുക്ക് സ്കിൽസ് എന്ന് വെച്ചാൽ നമുക്ക് അതിന് ബന്ധപ്പെട്ട കോഴ്സുകളാണ് നമുക്ക് അവൈലബിൾ ആണ്. ബേക്കിങ്ങിനെ പറ്റിയുള്ള അത് അടിസ്ഥാനമായിട്ടുള്ള കോഴ്സുകളുണ്ട്. അതല്ലാതെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ടൈപ്പ് കോഴ്സുകളുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ അതിൽ ചൂസ് ചെയ്യാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഇതൊന്നും ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ നമ്മൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻട്രസ്റ്റ് ആണ് കൂടുതലായിട്ട് വേണ്ടത്. പിന്നെ അങ്ങനെ പോയി പഠിക്കുന്നെങ്കിൽ നമുക്ക് ബേക്കിംഗ് കോഴ്സുകളുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോഴ്സ് എന്ന് പറയുന്ന സമയത്ത് അത് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് മാഡം അന്വേഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു 1-2-3 ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ആ കോഴ്സ്, അതൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാമോ? കോഴ്സുകൾ ബേക്കിങ്ങിനെ പറ്റിയുള്ള കോഴ്സുകൾ തന്നെ. അതായത് കൂടുതൽ കേക്ക്സ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഐസിങ്, അതായത് ഫ്രോസ്റ്റിംഗ് ആയിട്ടുള്ള കേക്കുകളുണ്ട്. പല ടൈപ്പിലുള്ള ഫ്ലേവേഴ്സ് ഉള്ള കേക്കുകളുണ്ട്. അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അതിൽ. സോ നമ്മുടെ ഒരു ഹോം ബേക്കറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഏറ്റവും ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞങ്ങൾ ചെറിയ രീതിയിലാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു കൺവെക്ഷൻ ഓവൻ, പിന്നെ അതുകൂടാതെ നമ്മളൊരു ഹാൻഡ് ബ്ലെൻഡർ, നമുക്ക് കയ്യിൽ വെച്ച് ചെയ്യുന്ന ഒരു ബ്ലെൻഡർ, ഇത്രയാണ് വെച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിന് കൂടി വന്നു കഴിഞ്ഞൊരു 15 അല്ലെങ്കിൽ ഒരു 18,000 രൂപ എന്ന് 18,000 നമുക്ക് ചെലവായിട്ടുണ്ട് അന്ന് 2017. പിന്നെ ഇനിയിപ്പോൾ അത് കൂടി അതിൻ്റെ ഓരോ പ്രൊഡക്റ്റിൻ്റെ ഓരോ ഇയറിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് അത് വേരിയേഷൻസ് ഉണ്ടാവാം. അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ 2022 നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും വില കൂടുന്ന ഒരു അവസരം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 25,000 അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ് എന്നുള്ള നിലയ്ക്ക് തുടങ്ങുന്നെങ്കിൽ അത്രയൊക്കെ മതിയായിരിക്കണം. 25,000 തുടങ്ങാം. പിന്നെ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ മെഷീനറി കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. അതനുസരിച്ചിട്ട് ഓർഡർ അനുസരിച്ചിട്ട് നമുക്കറിയാലോ എങ്ങനെയൊക്കെ വരുന്നുള്ളത്. അതിനനുസരിച്ചാണ് പിന്നെ നമ്മൾ അതിന്റെ മെഷീനറി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേക്ക് എന്നൊക്കെ പറയുമ്പോൾ വളരെ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വൃത്തിക്ക് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു മെറ്റീരിയൽ ആണല്ലേ. അപ്പോൾ നമ്മൾ ഈ തൊഴിലാളികൾ വിളിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരോട് പറയാറുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ടോ? നമ്മൾ എപ്പോഴും അവരോട് പറയും കൈയൊക്കെ വാഷ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ക്യാപ്പ് തലയിൽ ഹെഡ് കവർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുക. എല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരോട് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു കൊടുക്കും. സോ ഇവരുടെ ഒരു സാലറി സ്കെയിൽ എങ്ങനെയാണ് വരുന്നത്? ഒരു രാവിലെ ഒരു 8 മണിക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു 1 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക് ബ്രേക്ക് ഉണ്ടാവും. പിന്നെ അത് ഒരു 5 മണി വരെയാണ് പിന്നെ ആ ഒരു ഇത് അവസാനിക്കുക. അപ്പം അതിനൊരു ഏകദേശം ഒരു 400 ആണ് നമ്മൾ കൊടുക്കുന്നത്.
പിന്നെ അത് കൂടാതെ ഇപ്പൊ മറ്റു ജോലിക്കൊക്കെ പോയിട്ട് ചിലവർക്ക് ഇപ്പൊ നമുക്ക് ഇത്തിരി ലേറ്റ് നൈറ്റും അല്ലെങ്കിൽ ഇത് 5 മണിക്ക് ശേഷം നമുക്ക് വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് താല്പര്യമുള്ളവർ അങ്ങനെ വരാറുണ്ട്. അപ്പൊ അവർക്ക് മണിക്കൂറിനനുസരിച്ച് ആണ് അത് കൊടുക്കുന്നത്. സോ നമ്മൾ ഹോം ബേക്കറി ബിസിനസിന്റെ ഏതൊരു ബിസിനസിന്റെയും കിങ് എന്ന് പറയുന്നത് കസ്റ്റമറാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു കസ്റ്റമേഴ്സിന്റെ മൊത്തത്തിലുള്ള ഒരു നേച്ചർ എങ്ങനെയാണ്? ഏതൊക്കെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് അവൈലബിൾ ആയിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ് കൂടുതൽ നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൂടാതെ പിന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അതുപോലെ തന്നെ അങ്ങനെ അവരൊക്കെ ആയിട്ടാണ് നമ്മളുടെ കൂടുതൽ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അവരുടെ ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ബേക്കറികളിൽ ഡെലിവറി ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ മെയിൻ ആയിട്ട് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ചുറ്റുപാടുള്ള ആൾക്കാർ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയിട്ടാണ്. പിന്നെ കൂടുതലും ഇതുപോലെ പല പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ആൾക്കാരുകളാണ് കൂടുതലും. ഒരു കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ? എന്നാണ് ബിസിനസ് നിലനിൽക്കും. അപ്പോൾ ഒരു ബേക്കറിയിൽ നിന്നും കേക്ക് വാങ്ങിക്കുന്നതിന് പകരം എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്നും കേക്ക് വാങ്ങിക്കണം എന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? കേക്കിന്റെ ക്വാളിറ്റി തന്നെ ആയിരിക്കണം അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അതായത് മറ്റ് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്നത്, ഞങ്ങൾ പണ്ടൊക്കെ കഴിച്ചിരുന്നത് അങ്ങനെ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹാർഡാണ്. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ഹാർഡാണ്. അതായത് ഇപ്പോൾ ഫ്രോസ്റ്റിംഗ് കേക്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ചെയ്യുന്ന പുഡിംഗ് കേക്കുകളാണ്. അപ്പം അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും അതിൻ്റെ ആ ഒരു മിക്സർ, അതിൻ്റെ ഒരു കോമ്പിനേഷൻ, ഇപ്പോൾ ഈ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റിൻ്റെ ആ ഒരു കോമ്പിനേഷൻ തന്നെയായിരിക്കണം എല്ലാവർക്കും അതൊരു പ്രിയപ്പെട്ടതായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാറുണ്ടോ? ഇല്ല, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാറില്ല. സോ ഏതൊക്കെ തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കൂടുതലും മാർക്കറ്റിങ്ങിലേക്കല്ല ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ അതിൻ്റെ ബേക്കിംഗ് ആ ഒരു ഇതിലാണ്, പ്രൊഡക്ഷനാണ് അതായത് ഞാനും അമ്മയും അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹസ്ബൻഡാണ്. ഹസ്ബൻഡിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലേക്ക്, അതായത് പല കോണ്ടാക്ട്സ് വെച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ കേക്കിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഫ്രണ്ട്സ്, ആദ്യം പറയുകയാണെങ്കിൽ ആ ഫ്രണ്ട്സ് വഴി പിന്നെ മറ്റ് ആൾക്കാരിലേക്കും അവർ വഴി ഈ പ്രോഡക്ട്സ് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. കോംപ്ലിമെന്ററി പ്രൊഡക്റ്റ് കൊടുത്തിട്ടാണോ അത്? അതായത് ഡയറക്റ്റ് കൊടുത്ത് അതിൻ്റെ ടേസ്റ്റ് അവരെ കൊണ്ട് അനുഭവിപ്പിച്ചറിഞ്ഞ് അതിനുശേഷം ഓർഡർ ചെയ്യിക്കുന്ന പ്രോസസ്സാണോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യുക. വെച്ചാൽ ഫ്രണ്ട്സിനായിരിക്കും ആദ്യം, അവർ തന്നെയാണ് ആദ്യം നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അവർ തന്നെയാണ് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ അവരും ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. വെച്ചാൽ അവർക്ക് പരിചയമുള്ള കസ്റ്റമേഴ്സിലേക്ക് ഈ പ്രോഡക്ട്സ് എത്തിക്കുക എന്നുള്ളത് അവർ വഴി നമുക്ക് വേറെ കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് എന്ത് അടിസ്ഥാനത്തിലാണ് വില നിശ്ചയിക്കുന്നത്? വില നിശ്ചയിക്കുന്നത് ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ലോക്കൽ മാർക്കറ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു അടിസ്ഥാനത്തിലാണ് വില നമുക്ക് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതായത് പ്രൈസ് കൂടുന്ന സമയത്ത് മാർക്കറ്റിനകത്ത് വേരിയേഷൻ വരുമല്ലോ, അതൊരു കണക്കായിട്ട് താങ്കളുടെ പ്രൊഡക്റ്റിന്റെ ചെറിയ രീതിയിൽ വേരിയേഷൻസ് വരാറുണ്ട്. അത് മാർക്കറ്റിനനുസരിച്ച് തന്നെയാണ് കൂടുതൽ വില നിശ്ചയിക്കുന്നത്. അധികം വളരെ ചെറിയ രീതിയിൽ മാത്രമേ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ആണ് ഉണ്ടാവാറുള്ളൂ. MRP കണക്കായിട്ടാണ് കൊടുക്കുന്നത് അതോ GST കൊടുക്കാറുണ്ടോ? GST ഇല്ല. GSTക്ക് അത്രയും ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ GSTയുടെ ആവശ്യമുള്ളൂ. GST രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. സോ ഒരു ഹോം ബേക്കറി ബിസിനസ് നടത്തുന്ന സമയത്ത് എന്തൊക്കെ കോസ്റ്റുകളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് പ്രധാനമായും? നമുക്കതിൻ്റെ എക്യുപ്മെന്റ്സ് വാങ്ങുമ്പോഴുള്ള കോസ്റ്റ് നമുക്ക് ഉണ്ട്. കൂടാതെ റോ മെറ്റീരിയൽസ്, നമ്മൾ എന്തൊക്കെ റോ മെറ്റീരിയൽസ് തന്നെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ വിലകൾ, അതിൻ്റെ കോസ്റ്റ് ചിലവ് നമുക്കിതിൽ വരും. പിന്നെ അതിൻ്റെ ലേബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഉള്ള സാലറി കാര്യങ്ങൾ അതൊക്കെ ഇതിൽ വരുന്നതാണ്. ഉൾപ്പെടും. ഇതിന്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ എത്തിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് നമുക്കതിൽ അതിൻ്റെ ചിലവ് വരുന്നുണ്ട്. ഈ റോ മെറ്റീരിയൽസിന്റെ കാര്യം പറഞ്ഞു, പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? അതിന്റെ ഒരു ചെലവും മാർക്കറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത് പറയാമോ? പ്രധാനമായിട്ടും നമ്മൾ ഈ ഡേറ്റ്സ് ക്യാരറ്റ് പുഡിംഗ് ആണ് ആയതുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നമുക്ക് ആവശ്യമുണ്ട്.
അതായത് ഡേറ്റ്സ്, പിന്നെ നട്ട്സ്, റേസിൻസ്, അതുപോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മെയിനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾ പർപ്പസ് ഫ്ലവർ, പിന്നെ അത് മുട്ട ഒക്കെ എന്തായാലും ഇതിലൊക്കെ വരുന്നതാണ്. പിന്നെ ഷുഗർ, ഇതെല്ലാം റോ മെറ്റീരിയൽസിൽ പെട്ടതാണ്. പിന്നെ മെയിനായിട്ട് ക്യാരറ്റ്, അതൊക്കെ ഓരോ കേക്കിനനുസരിച്ച് റോ മെറ്റീരിയൽസ് വ്യത്യാസം വരും. സോ ഈ ഒരു ബിസിനസ് ഇത്രയും 5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, 2017 തൊട്ട്. നേരിട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇതൊരു ഫുഡ് ഐറ്റം ആണ്. ആ ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് നമ്മളത് ചെയ്തു കൊടുക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധ ചെലുത്താമോ അത്രയും ശ്രദ്ധിക്കണം. അത് നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മളുടെ കൂടെയുള്ള എല്ലാവരും തന്നെ അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു മുടിനാര് പോലും അതിൽ വീഴാനുള്ളൊരു സാഹചര്യം, അതായത് അതും അതുപോലെ തന്നെ അതിനകത്ത് വേണ്ടാത്തൊരു കാര്യം നമ്മളതിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമായി. അത് പിന്നെ അത് കിട്ടുന്നവർക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്കപ്പോൾ തന്നെ അറിയിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. അതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വർക്കേഴ്സ് ആയാലും അവരും എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫീൽഡാണിത്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ അത് കൂടാതെ വരുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോ മെറ്റീരിയൽസ് ഒക്കെ ചിലപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ സീസണിൽ, ഈ ക്രിസ്മസ് സീസണിലാണ് ഇത് കൂടുതൽ. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലായിടത്തും ഈ ഒരു ബേക്കിങ്ങിന് കൂടുതൽ ചാൻസസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ റോ മെറ്റീരിയൽസ് കിട്ടാതെ ഒരു സാഹചര്യം ചിലപ്പോൾ വരാം. കിട്ടാതെ അല്ല, നമുക്ക് വിചാരിക്കുന്ന സമയത്ത് നമുക്കത് ചിലപ്പോൾ അവൈലബിൾ ആയിന്ന് വരില്ല, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഇച്ചിരി ചലഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ എങ്ങനെയാണ് സക്സസ്ഫുൾ ആയി ഒരു ഹോം ബേക്കറി ബിസിനസ് റൺ ചെയ്യുന്നത് എന്ന കാര്യമാണ് നമ്മുടെ മെന്റർ നീതു ജെയിംസ് നമുക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയി ചെയ്യുന്ന ഒരു ബിസിനസ് ആണിത്. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഒരു പാഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സെക്ടറിനോട് ഒരു പാഷൻ, നിങ്ങൾക്ക് അതിയായ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നാണ് നീതു നമുക്ക് പറഞ്ഞു തന്നത്. സോ ഹോം ബേക്കറി ബിസിനസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോഴ്സ് ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ഹോം ബേക്കറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കോഴ്സ് കണ്ടിരിക്കണം. കാരണം ഹോം ബേക്കറി ബിസിനസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, A to Z എല്ലാ ഡീറ്റെയിൽസും ഈ കോഴ്സിൽ മലയാളത്തിൽ അവൈലബിൾ ആണ്. സോ ഇന്ന് തന്നെ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഹോം ബേക്കറി ബിസിനസ് കോഴ്സ് ഇന്ന് തന്നെ കാണുക. ഇന്ത്യൻ മണി മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. indianmoney.com, get wise, break free.